ഗായ്സ്, അപ്പം രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ടി എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുമ്പമ്മയുടെ ഫസ്റ്റ് പാരൻസ് മീറ്റിംഗ് ആണ്. ഒരാൾ ബാക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നല്ല സുന്ദരിയായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം തുമ്പമ്മയെ കാണിച്ചട്ടെ. സുന്ദരിമോൾ ഒളിച്ചു നിൽക്കുന്നുണ്ട്. തുമ്പിമോളെ കാണിച്ചു തരാം. സൂപ്പർ സുന്ദരിയാ ചുച്ചക്ക്. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ അങ്കൻവാടി പോയിട്ട് കാണാം. ഇത് ആക്ച്വലി ഒരു ഫീഡിങ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ വയറും കൂടെ വരുമ്പം അത്യാവശ്യം കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മേൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് വേണ്ടി മാത്രം ഞാനൊരു പാൻറ്റും കൂടി എടുത്ത് കിട്ടും. അങ്ങനെ ഞങ്ങളിത് അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുത്തെ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് അംഗനവാടി കേട്ടോ. അപ്പോൾ അംഗനവാടിയിലെ കുട്ടികളും സ്കൂളിലെ കുട്ടികളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 30th പ്രോഗ്രാം. അപ്പോൾ അതിൽ നമ്മുടെ തുമ്പമ്മ ഒപ്പനയിലെ മണവാട്ടിയാണ് ഗൈസ്. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഒരുപാട് സ്ത്രീജനങ്ങൾക്കിടയിൽ ഒരു പുരുഷ കേസരിയെ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ഡാഡി അവിടുത്തെ കമ്മിറ്റിയിൽ അംഗമാണ്. പുതിയ കമ്മിറ്റി രൂപീകരണവുമായിട്ട് നടത്തുന്ന മീറ്റിങ്ങും കൂടിയാണിത്. അപ്പം അച്ഛൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കേട്ടാൽ പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു മീറ്റിംഗ് ആണല്ലോ. മാത്രമല്ല അംഗനവാടിക്ക് എന്നെ ഒരിക്കലും തടയാൻ പറ്റൂല. ഞാൻ ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് പ്രൊഡക്ഷൻ കമ്പനി ആണല്ലോ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ കുട്ടികളെ കൊടുക്കുന്നില്ലേ അംഗനവാടിയിലേക്ക്. എനിക്ക് വയ്യ. അങ്ങനെ ഇതാ നമ്മളവിടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം അവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷുഗർ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്യാനൊക്കെ വിചാരിച്ചെങ്കിൽ ഇച്ചിരി പായസം ഞാനും കുടിച്ചു. പിന്നെ തുമ്മമ്മ അവിടെ കളിച്ച് നടക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. സാധാരണ വേറെ കുട്ടികളൊക്കെ ഉമ്മമാരെ കണ്ടപ്പോൾ വല്ല ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. തുമ്മമ്മ അവിടുന്ന് ഭയങ്കര കളിയായിരുന്നു. നമുക്കൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. നട്ടുച്ച വെയിലിൽ തിരിച്ച് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം അച്ഛനും കൂടെ മീറ്റിങ്ങിന് ഉണ്ടായതുകൊണ്ട്. ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഹേസുവിനെ കൈ കിട്ടി. അവന്റെ മോള് ഇവിടെ അച്ഛമ്മയും മോനും കൂടെയുള്ള യുദ്ധമാണ് കേട്ടോ. ഇവൻ്റെ അച്ഛനും ഇവനും കണക്ക്. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ചന്തിക്കത് അടി അടിച്ചിട്ട് അങ്ങോട്ട് ഓടുക ചെയ്യുക കേട്ടോ. അപ്പോൾ ആ അടി കിട്ടിയ ക്ഷീണത്തിലാണ് അമ്മ. ഹേസു ഇവിടെ അച്ഛമ്മയും മോനെയും ഒക്കെ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് മാത്രമേ ഓൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റി കിടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ അധിക നേരം അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. ഒരു എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ്. ഞങ്ങൾ സ്പെഷ്യൽ ബോണ്ടാണ്. ഓളെ ഏട്ടൻ കളിക്കുന്നത് ഇങ്ങനെ മ്യാസ്മരികതയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഏച്ചാ അവ്വ പറയ്, അവയുടെ കുട്ടിയുടെ കണ്ട അവ്വ, അവയുടെ കുട്ടിയുടെ അവ്വ അവ്വ. ഓളോളെ ഏട്ടൻ ഭ്രാന്തി. ഒരുത്തനാണെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂൾ ഇട്ട് വരുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അവനെന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഓടിക്കളിയാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ ഉറങ്ങുകയും ചെയ്യാം. പിന്നത്തെ വീഡിയോയിൽ കാണാം. ബൈ.